ഈ വിഭജിക കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനടക്കം കൈമാറാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഒരു മനുഷ്യ മനസാക്ഷിയെ തന്നെ നടക്കുന്ന സംഭവമാണ് ഉണ്ടായത്? സമാന്തരമായ രണ്ട് നടപടികളാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഒന്ന്, UAE എംബസി തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനകം തന്നെ UAE എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ളൊരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റ് അംഗമെന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ട ദിവസം തന്നെ UAE എംബസിക്കും അതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും രേഖാമൂലം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം നടക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം അവരുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എംബസി തലത്തിലും വിദേശകാര്യ മന്ത്രാലയ തലത്തിലും ഒക്കെ തന്നെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് എന്ന നിലയിൽ പോലീസ് ഈ കാര്യത്തിൽ കേസെടുത്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ചിന് റെഫർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റും തയ്യാറാകണം. അതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും അതുപോലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എംബസിയുടെയും ചടുലമായ പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. UAE പോലെയുള്ള രാജ്യത്ത് ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, വളരെ സമഗ്രമായ കർശനമായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകും. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. മന്ത്രാലയവുമായും എംബസിയുമായും നിരന്തരം ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നാട്ടിലെത്തിക്കാനുള്ള ഒരു നടപടി അത് പാർലമെന്റ് അംഗം നിലയിൽ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഓൾറെഡി ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കേന്ദ്ര ഗവൺമെന്റിനോടും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തോടും എംബസിയോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഈ കാര്യത്തിൽ ഒരു ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഗുരുതരമായ ആക്ഷേപമാണ് വീട്ടുകാർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, അവർ മരിക്കുന്നതിന് മുമ്പുള്ള കുറിപ്പിൽ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഭർത്തൃ കുടുംബത്തെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും അവർക്കെതിരായി ഉണ്ടായി എന്നുള്ള നിലയിലാണ് അവരുടെ മരണക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവസാനം എഴുതിയ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കേവലമായ മരണമായി ആത്മഹത്യയായി ഇതിനെ തള്ളാതെ ശക്തമായ നിലയിലുള്ള അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ് എന്ന് ഓതന്റിക്കായി ഒഫീഷ്യലായി തന്നെ എംബസിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും എംബസി ആ കാര്യം UAE ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ശക്തവും ഫലപ്രദവും ആയിട്ടുള്ളൊരു അന്വേഷണം ആ കാര്യത്തിൽ നടക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അങ്ങനെയുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഭൗതിക ശരീരം വിട്ടുതരുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ നിയമമനുസരിച്ച് ഏറെക്കുറെ അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രമേ അവർ ബോഡി നാട്ടിലേക്ക് തിരിച്ചയക്കൂ. കാരണം അതുമായി ബന്ധപ്പെട്ട് റീപോസ്റ്റ്മോർട്ടമോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടമോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ നടപടിക്രമങ്ങൾ ആകെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ബോഡി വിട്ടയക്കൂ. ഏതായാലും രണ്ടുപേരുടെയും ഭൗതിക ശരീരം നാട്ടിൽ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഒരു ഫെയർ ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ നടക്കണമെന്ന് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് മുഖാന്തരം എംബസി മുഖാന്തരം മാത്രമേ UAE ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ കഴിയൂ. അതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും കൃത്യമായ റെസ്പോൺസ് ഈ കാര്യത്തിൽ രേഖാമൂലമുള്ള റിപ്പോർട്ട്സ് ഇനിയും കിട്ടിയിട്ടില്ല. ഈ നിമിഷപ്രിയ കേസ് അത് വീണ്ടും വലിയ ചർച്ചകളിലേക്ക് അടക്കം പോവുകയാണ്. ഇക്കാര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ സമ്മർദ്ദം സ്വാഭാവികമായി ഉയർത്തേണ്ടതല്ലേ? കാരണം വിധിയടക്കം ഉണ്ടാകാൻ പോകും. വളരെ വൈകിപ്പോയി എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വൈകിയുള്ള ഇടപെടലാണ് മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുറെ കൂടി ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിന്റെ ഒരു പൊതുവികാരമായി അത് രൂപപ്പെട്ടിട്ടുണ്ട്, ഉയർന്നു വന്നിട്ടുണ്ട്. പല തലത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇത് വൈകിപ്പോയി. സത്യത്തിൽ ശ്രീ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി അടക്കമുള്ളവർ രംഗത്ത് വന്നപ്പോഴാണ് പൊതുസമൂഹത്തിന്റെ സജീവമായ ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നം വരുന്നത്. ഏതായാലും ആ ഇടപെടലുകൾ ഫലപ്രദമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. വർഷങ്ങളായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇതിനിടയ്ക്ക് ഒരു ഡിലേ വന്നു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ വീണ്ടും ഇക്കാര്യത്തിൽ ഒരു വിധിയിലേക്കടക്കം പോകുമ്പോഴാണ് ദയാപണം നടക്കുന്നത്. വിധി നടത്തിപ്പിന്റെ ഘട്ടം വരുമ്പോഴാണ് പലപ്പോഴും വൈകാരികവൽക്കരിക്കപ്പെടുന്നത്. ഏതായാലും ശുഭപ്രതീക്ഷയാണ് മൊത്തത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ, അതുപോലെ പല വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും ശക്തമായിട്ടുള്ള ഇടപെടൽ, കേരളത്തിൻ്റെ ഒരു പൊതു ആവശ്യമായി തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ തരത്തിലുള്ള സമ്മർദ്ദം കേന്ദ്ര ഗവൺമെന്റ് തലത്തിൽ തന്നെ നടക്കുന്നുണ്ട്.